അകം മിനുക്കാതെ പുറം മിനുക്കല്ലേ, കക്കൂസിനുള്ള ജോലി നീ എടുക്കല്ലേ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളൊക്കെ പലപ്പോഴും കേട്ടൊരു ബെയ്ത്തായിരിക്കുന്നു. ശുദ്ധിയോടുകൂടെ ജീവിക്കുക, വൃത്തിയിൽ ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പരിശുദ്ധ ഇസ്ലാം അതിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വ യുഹിബ്ബുൽ മുതത്വഹിരീന. ശുദ്ധിയുള്ളവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുമെന്ന് റബ്ബ് തആല തന്നെ പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അകമായിരിക്കണം പുറത്തേക്കാൾ വളരെ വൃത്തിയുള്ളതും ശുദ്ധിയുള്ളതും. പുറമെ വൃത്തിയോടുകൂടെ ജീവിക്കുക എന്നുള്ളത് എല്ലാവർക്കും സാധിക്കും. നല്ല ചളിയില്ലാത്ത, തേച്ച് വൃത്തിയാക്കി ഇസ്തിരിയൊക്കെ ഇട്ട് നല്ല മിനുക്കമായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും. നല്ല തലപ്പാവ് ധരിച്ച്, നല്ല താടി വെച്ച്, നല്ല ഡ്രസ്സ് ധരിച്ച് ജീവിക്കുക എന്നുള്ളത് ആർക്കും കഴിയുന്ന വിഷയമാണ്. അതേസമയം നമ്മുടെ അകമാണ് അതിനേക്കാൾ വൃത്തിയാകേണ്ടത്. അതാണ് ആദ്യം പാടി വെച്ചത്, കക്കൂസിനുള്ള ജോലി നാം എടുക്കരുത് എന്ന്. കാരണം കക്കൂസ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, അതിൻ്റെ പുറമെ നല്ല വൃത്തിയായിരിക്കും. എല്ലാ ദിവസവും നമ്മൾ അതിലെ ടൈൽസുകൾ, ക്ലോസറ്റൊക്കെ വൃത്തിയാക്കി നമ്മൾ കൊണ്ട് നടക്കും. പക്ഷെ അതിൻ്റെ ഉൾഭാഗത്ത് എന്താ കിടക്കുന്നത്? നമ്മുടെ വിസർജ്യങ്ങൾ, നമ്മുടെ മാലിന്യങ്ങളാണല്ലോ ഉള്ളത്. ആ ഒരു പണി നമ്മൾ എടുക്കരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ അകം നല്ലതുപോലെ വൃത്തിയാക്കണം. അതിൻ്റെ കൂടെ നമ്മൾ പുറവും വൃത്തിയാക്കണം. പുറം മാത്രം മോടി പിടിപ്പിച്ച് വൃത്തിയോടുകൂടെ നടന്ന് അകത്ത് എല്ലാവരോടും വളരെ പോരും, വിദ്വേഷവും വൈരാഗ്യവും വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തികളായി നമ്മളാരും മാറിപ്പോകരുത്. റബ്ബ് തആല നമ്മുടെ അകവും പുറവുമൊക്കെ വൃത്തിയാക്കി തരുമാറാകട്ടെ. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാനുള്ള നല്ല മനസ്സ് റബ്ബ് തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.